ശരത് ഓങ്ങല്ലൂരിലേക്ക് കൂടി പോകാം. ശരത്ത്, നേരത്തെ തൃശ്ശൂരിൽ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പ്രതിനിധി കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ തന്നെ പോയി ഹൈക്കോടതി ഉത്തരവിനെ ചലഞ്ച് ചെയ്ത് ചോദ്യം ചെയ്ത് അതിന് സ്റ്റേ വാങ്ങിയ പശ്ചാത്തലത്തിൽ നിന്ന് സംസാരിക്കുന്നത് കണ്ടു. ഏതായാലും ദേവസ്വങ്ങൾ വലിയ ആശ്വാസത്തിലാണ് എന്നുള്ളതല്ലേ ആകെ പറയാവുന്നൊരു കാര്യം, സുപ്രീം കോടതി ഇടപെടൽ വന്നതോടെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ, പൂരങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അവരുടെ ആശ്വാസ വാക്കുകൾ തന്നെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അവരുടെ ആശ്വാസവാക്കുകൾ തന്നെയാണ് ഈ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാറമേക്കാവിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും തിരുവമ്പാടിയുടെ ഭാഗത്തു നിന്നായിട്ടുണ്ടായിരുന്നത്. വളരെ ആശ്വാസകരം എന്ന് തന്നെയാണ് അവർ ഈ വിധി വന്ന ഘട്ടത്തിൽ തന്നെ നമ്മളുമായി പ്രതികരിച്ചത്. കാരണം പൂരം തുടങ്ങാൻ പോവുകയാണ്. തൃശ്ശൂർ പൂരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി മറ്റ് ആഘോഷങ്ങളുണ്ട്. ഇതിനെല്ലാം തന്നെ ഈ വിധി വളരെ അനുകൂലമാണ്. ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പൂരം നടത്തേണ്ടിയിരുന്നെങ്കിൽ വലിയ രീതിയിൽ മാറ്റു കുറയുമായിരുന്നു. അത്തരത്തിൽ അതിന് വിരുദ്ധമായിട്ട് പരമോന്നതമായിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു സ്റ്റേ വന്നത് വളരെ ആശ്വാസകരമാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു നിയമനിർമ്മാണവുമായിട്ട് ഇത് ഇന്ത്യയിൽ ഒട്ടുക്കത്തിൽ ഇത്തരത്തിൽ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ബില്ല് അവതരിപ്പിക്കണം എന്ന രീതിയിലുള്ള കാര്യം പാറമേക്കാവ് ആവശ്യപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാറമേക്കാവ് ദേവസ്വം പറഞ്ഞത് സർക്കാരിൻ്റെ ഭാഗത്ത്, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ആശ്വാസകരമായ, വളരെ പോസിറ്റീവായിട്ടുള്ള നടപടിക്രമങ്ങളാണ് തങ്ങൾ സമീപിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ മുതിർന്ന അഭിഭാഷകരെ തന്നെ തങ്ങൾക്ക് ഒരുക്കി തരാൻ തയ്യാറാണ് തുടങ്ങിയ കാര്യങ്ങളും പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് രാജേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ജോയിന്റ് സെക്രട്ടറി ശശിധരൻ സംസാരിച്ചത്. ശശിധരൻ്റെ വാക്കുകളിലും പറയുന്ന കാര്യം ഇത് തന്നെയാണ്. ഇത്തരത്തിൽ തങ്ങൾ വലിയ ശുഭപ്രതീക്ഷയിലായിരുന്നു. പരമോന്നത കോടതി, സുപ്രീം കോടതിയിൽ നിന്ന് വളരെ അനുകൂലമായ വിധി ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്തായാലും കോടതിയിൽ നിന്ന് അത്തരം ഒരു സ്റ്റേ ലഭിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അത് വളരെ ആശ്വാസകരമാണ്. തങ്ങളുടെ ഉത്സവത്തിന്റെ ശരത്ത് സൂചിപ്പിച്ചൊരു കാര്യം, പൂരപ്രേമികൾക്ക് വലിയ ആശ്വാസമാകുന്ന, പൂരം നടത്തിപ്പുകാരായിട്ടുള്ള ദേവസ്വങ്ങളെ സംബന്ധിച്ചും വലിയ ആശ്വാസകരമാകുന്ന ഒരു വിധിയാണ്, ഇടപെടലാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഹൈക്കോടതിയുടെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതി.